ജനാധിപത്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ MP ആകുന്നതോ MLA ആകുന്നതോ ത്രിതല പഞ്ചായത്തിൽ മെമ്പറാകുന്നതോ വോട്ട് ചെയ്യുന്നത് പോലും തൗഹീദിനെതിരാണ്, ശിർക്കാണെന്നാ പറഞ്ഞത്. എന്തൊരപകടമാണ്! അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കലായി പോവും അത്രേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തന്നെ പറയട്ടെ, ഈ വാദത്തെ വ്യക്തമായ ആൾ തന്നെ പറയാം കേട്ടോളൂ. ജമാഅത്ത് വക്താവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുൽ. എന്ന് പറയും ഇന്നും ഷിർക്കാണ്, ഇന്നലെ ഷിർക്കാണ്, നാളെ ഷിർക്കാണ്. എന്താ ഷിർക്കാന്ന് പറഞ്ഞത്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 1941 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയ മൗലാന മൗദൂദി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിലെ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഔറംഗാബാദിൽ ജനിച്ച മൗദൂദി പാകിസ്ഥാനിലേക്ക് കുടിയേറി. എന്തായിരുന്നു ലക്ഷ്യം? അവിടെ വരുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്. ആ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രത്തിൽ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ തനിക്ക് കഴിയും, തൻ്റെ സംഘടനയ്ക്ക് കഴിയും എന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. അദ്ദേഹം 1979 അന്തരിക്കുന്നത്. 47 തൊട്ട് 79 ആകുമ്പോഴത്തേക്ക് 40, 57, 67, 77 32 കൊല്ലക്കാലം സ്വാതന്ത്ര്യത്തിന് ശേഷം മൗലാന മൗദൂദി പാകിസ്ഥാനിൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിൽ, 95% മുസ്ലിങ്ങളുള്ള പാകിസ്ഥാനിൽ ജീവിച്ചു. അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ മൗദൂദിക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അതെന്താ തെളിയിക്കുന്നത്? ആശയപരമായിട്ട് മൗദൂദിയൻ ചിന്തകളെ ഉൾക്കൊള്ളാൻ പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ ഇന്ത്യയിലെയോ ഒന്നും മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ല എന്നാണ്. ഒറ്റ വാദവും കൂടി. അതുകൊണ്ട് അവർക്കിന്ന് നിലനിൽക്കണമെങ്കിൽ മതേതര ജനാധിപത്യം നൽകുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം വേണം. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അത് അംഗീകരിക്കുന്നു. പാകിസ്ഥാനിൽ നിലനിൽക്കണമെങ്കിൽ, ബംഗ്ലാദേശിൽ നിലനിൽക്കണമെങ്കിൽ, ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ മതേതരത്വ ജനാധിപത്യ വിരുദ്ധ സംഘടനയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ജനാധിപത്യത്തിന്റെ തണൽ വേണം. അപ്പോഴേ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടൂ. അതുകൊണ്ടാ ഇപ്പൊ വാക്കുമാറ്റി പറയുന്നത് ഞങ്ങളും സ്വീകരിക്കുന്നു ജനാധിപത്യം, ഞങ്ങളും സ്വീകരിക്കുന്നു മതേതരത്വം. ഒരൊറ്റ വാദവും കൂടി. അതുകൊണ്ട് അവർക്കിന്ന് നിലനിൽക്കണമെങ്കിൽ മതേതര ജനാധിപത്യം നൽകുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം വേണം. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അത് അംഗീകരിക്കുന്നു. പാകിസ്ഥാനിൽ നിലനിൽക്കണമെങ്കിൽ, ബംഗ്ലാദേശിൽ നിലനിൽക്കണമെങ്കിൽ, ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ മതേതരത്വ ജനാധിപത്യ വിരുദ്ധ സംഘടനയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ജനാധിപത്യത്തിന്റെ തണൽ വേണം. അപ്പോഴേ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടൂ. അതുകൊണ്ടാ ഇപ്പൊ വാക്കുമാറ്റി പറയുന്നത് ഞങ്ങളും സ്വീകരിക്കുന്നു ജനാധിപത്യം, ഞങ്ങളും സ്വീകരിക്കുന്നു മതേതരത്വം. എങ്ങനെയൊക്കെയാണോ മുസ്ലിങ്ങളെ ഇരകളായിട്ട് ചിത്രീകരിക്കാൻ കഴിയുന്നത്, അങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ ഇരകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ലോകത്തുടനീളം, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം മുസ്ലിങ്ങൾ ഇരകളാണ്, വിക്ടിംസാണ്. അങ്ങനെ ഇരകളുടെ രാഷ്ട്രീയം, അവിടെ സ്വത്വ രാഷ്ട്രീയം കൊണ്ടുവന്നു. ഇതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി മുൻകാലത്തും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വീണു പോകുന്ന കുറേ ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് കുറേ ആളുകളെയൊക്കെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെ മുസ്ലിങ്ങളുടെ നാരറ്റീവ് പൂർണ്ണമായിട്ടും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാനാവില്ല. അത് നമുക്ക് വിടാം. നമ്മളിവിടെ ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ ഒന്നും മറുപടി കിട്ടിയിട്ടില്ല. ഉന്നയിച്ച കാര്യമെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, സെക്യുലർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് സെക്യുലർ ഡെമോക്രസി. ഈ സെക്യുലർ ഡെമോക്രസി എന്ന വിഷയത്തിൽ എവിടെ നിൽക്കുന്നു ജമാഅത്തെ ഇസ്ലാമി? മുൻപ് നിന്നതും ഇപ്പോൾ നിൽക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. മുമ്പ് പറഞ്ഞത് സെക്യുലറിസം പാടില്ല. അതിന് പറഞ്ഞ കാരണം എന്തായിരുന്നു? സെക്യുലറിസം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധവിച്ഛേദമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം മതവും രാഷ്ട്രീയവും വേറിട്ട് നിൽക്കാൻ പാടില്ല. കാരണം രാഷ്ട്രീയത്തിൽ മതമില്ലെങ്കിൽ ആ രാഷ്ട്രീയം ധർമ്മനിരപേക്ഷമോ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരോ ആവും എന്നായിരുന്നു പറഞ്ഞിരുന്നത്.
രണ്ടാമത്തെ കാര്യം, ഈ ജനാധിപത്യത്തെ എതിർക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഇന്നും അവരത് മാറ്റി പറഞ്ഞിട്ടില്ല, മാറ്റി പറയാൻ സാധിക്കില്ല. മാറ്റി പറഞ്ഞാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ ഉണ്ടാവില്ല. അവർ പറഞ്ഞത് ജനാധിപത്യത്തെ എതിർത്തത് എങ്ങനെയാണ്? അവർ പറഞ്ഞത് ഇസ്ലാമിക ദൃഷ്ട്യാ പരമാധികാരം, ഹാക്കിമിയത്ത് എന്ന വാക്കാണ് മൗദൂദി ഉപയോഗിച്ചത്. ഏതാണ്ട് അതേ വാക്കാണ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ താത്വികനായ സയ്യദ് കുത്തുബും ഉപയോഗിച്ചത്. ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ പരമാധികാരം. അത് ദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹു. എല്ലാ ദൈവത്തിനും കിട്ടില്ല കേട്ടോ, രാമനും കൃഷ്ണനും ഒന്നും കിട്ടില്ല. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് മനുഷ്യർക്ക് കൊടുക്കുന്ന ഏർപ്പാടാണ്, ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏർപ്പാടിൻ്റെ പേരാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാണ് അതിനെ തള്ളിക്കളഞ്ഞത്. ദേശീയതയെ അവരെതിർത്തു. എന്താ കാരണം? ദേശീയതയെ എതിർത്തത് അവർക്ക് ദേശീയത എന്ന ആശയത്തോടുള്ള എതിർപ്പിനേക്കാൾ കൂടുതൽ അവർ മുസ്ലിം ജനങ്ങളെ മുഴുവൻ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള എല്ലാ നാടുകളിലെയും മുസ്ലിങ്ങളെ അവർ അവതരിപ്പിച്ചു പോന്നിരുന്നത് ഒരൊറ്റ സമുദായമാണ് എന്ന നിലയ്ക്കാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും, ലോകത്തിപ്പോൾ ഏതാണ്ട് 110 കോടിയോ അതിൽ കൂടുതൽ 120 കോടിയോ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു സമുദായമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വേറെ, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ വേറെ, ബ്രിട്ടനിലെ മുസ്ലിങ്ങൾ വേറെ, ആഫ്രിക്കയിലെ മുസ്ലിങ്ങൾ വേറെ എന്ന വേർതിരിവ് സാധ്യമല്ല. അങ്ങനെയാവുമ്പോൾ സാർവദേശീയ മുസ്ലിം ഐക്യം വേണം, അല്ലെങ്കിൽ പാൻ ഇസ്ലാമിസം വേണം, ആഗോള ഇസ്ലാമിക സാഹോദര്യം വേണം എന്ന കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ദേശീയത എന്ന സങ്കല്പം എടുത്തു കളഞ്ഞത്. അവർ നിരാകരിച്ചത്. ദേശീയത എന്ന സങ്കല്പം നെഹ്റു ആയാലും ഗാന്ധി ആയാലും കോൺഗ്രസ് ആയാലും പിന്നെ CPM ആയാലും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ഇന്ത്യയിൽ ഉന്നയിച്ചു പോകുന്നത് RSSകാർ ഉന്നയിക്കുന്ന ദേശീയതയല്ല, അവരുടേത് ഹിന്ദു നാഷണലിസമാണ്. RSS അതിൻ്റെ തുടക്കകാലം തൊട്ട്, ഹിന്ദു മഹാസഭ അതിൻ്റെ തുടക്കകാലം തൊട്ട് ഉന്നയിച്ചു പോകുന്നത് നാഷണലിസം അല്ല, ഹിന്ദു നാഷണലിസം എന്ന ആശയമാണ്. എന്നാൽ ഇവിടെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളായാലും അവരൊക്കെ ഉന്നയിച്ചു പോകുന്നത് സെക്യുലർ നാഷണലിസം എന്ന ആശയമാണ്, മതേതരമായ ദേശീയത. ഇന്ത്യയിൽ ജീവിക്കുന്ന 140 കോടി ജനങ്ങളും അവർ ഏത് മതത്തിൽ വിശ്വസിച്ചാലും, ഏത് ജാതിയിൽ പോയാലും, ഏത് ഭാഷ അവർ സംസാരിച്ചാലും അവർ ഒരു ദേശീയതയുടെ അംശങ്ങളാണ് എന്ന കാഴ്ചപ്പാടാണ് സ്വീകരിച്ചത്. ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ തങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമി നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എന്താ? അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല. ഖുർആനും പ്രവാചകചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. ആ ക്ലിപ്പിൽ പറയുന്നത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം മൗദൂദിയല്ല, അത് ഖുർആൻ സുന്നത്തുമാണ്. അതൊരു പുതിയ ആശയമൊന്നുമല്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയെ തന്നെ പറഞ്ഞ സംഗതിയാണ്. അതുപോലെ ഭരണഘടനയെ തന്നെ പണ്ടേ പറഞ്ഞു വരുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ് എന്നത്. ഇത് ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു വാക്ക് ഉപയോഗിച്ചതാണ്. യഥാർത്ഥത്തില് മൗദൂദി ഖുർആനും സുന്നത്തും അനുസരിച്ച് പറഞ്ഞ പൊളിറ്റിക് ഇസ്ലാം അത് ശരിയല്ല എന്ന് ഖുർആനും സുന്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മൗദൂദിയുടെ പൊളിറ്റിക് ഇസ്ലാം എന്ന ആശയത്തെ ഞങ്ങൾ തള്ളുന്നു എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ ഏറ്റവും ആദ്യം സ്വാഗതം ചെയ്യൽ നമ്മളായിരിക്കും. കാരണം നമ്മൾ അതിനെതിരെയാണ് ഇതിനെ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതിനെ അവർ തള്ളി പറഞ്ഞിട്ടില്ല. അവര് പറയുന്നത് മൗദൂദി ഞങ്ങളെ പ്രമാണമല്ല. മൗദൂദി പറഞ്ഞത് പ്രമാണത്തിന് വിരുദ്ധാണെന്ന് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞെങ്കിലല്ലേ ഒരു മൗദൂദിനെ തള്ളി പറഞ്ഞു എന്നാവുള്ളൂ. ഇനി നിങ്ങൾ നോക്ക, മൗദൂദിനെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള 2019 ഈ പുസ്തകം മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം, അബുൽ-അല മൗദൂദി. ഇതിറങ്ങണത് എന്നാ? ഇത് 2021 2021 19 തള്ളി പറഞ്ഞ് 2021 ഇറങ്ങിയ ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജില്
ജനാധിപത്യ സംവിധാനമായിട്ട് സഹകരിക്കുന്നതിനെ കുറിച്ച് എന്താ മൗദൂദി എഴുതിയത്? മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഇത് 2021 ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി അടിച്ചു വെക്കുകയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈ ആശയത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നത് പഠനം നടത്താതെയാണ്, ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാതെയാണ്, നമ്മൾ വെറുതെ പറഞ്ഞല്ല. പിന്നെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു സംവിധാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു KT അബ്ദുള്ള മൗലവി. അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ഒന്ന് കേട്ടു നമുക്ക്. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്, നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോൾ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നെല്ലാം പറഞ്ഞു വിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തിയില്ല. വാചക ശൈലിയിൽ ലേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും. അപ്പോ ഈ ക്ലിപ്പിൽ പറയുന്നത് എന്താ? ഇത് ആളുകളെ മുമ്പിൽ നമ്മൾ എന്ത് പറയും? നമുക്കോട് ജീവിക്കണല്ലോ, മുമ്പ് പറഞ്ഞതാ, നമുക്കോട് ജീവിക്കണല്ലോ. ജീവിക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടത്തോടെ പിന്നെ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ സമയത്ത് നമ്മൾ ആശയത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മാത്രല്ല, ഇവരുടെ താത്വിക ആചാര്യനാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹം ആണയിട്ട് പറയാണ്, ഈ ജനാധിപത്യ സംവിധാനത്തെ സ്ഥാപിക്കാനോ നിലനിർത്താനോ ലക്ഷ്യം വെച്ചുകൊണ്ട് വോട്ട് ചെയ്യലും നിയമസഭയിൽ അംഗമാവലും അതിനുവേണ്ടി പ്രവർത്തിക്കലും ശിർക്കാണ്, 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 ഇന്നുമാണ്, നാളെയാണ്, കേമനാൾ വരെയാണ് എന്നാണ് അയാളെ ക്ലിപ്പിലെ ആള് തീർത്തു പറയുന്നത്. അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെയാണ്, മാറൂല. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇതും 2021 വണ്ടൂര് നടന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ ക്യാമ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അവര് ഇപ്പോഴും ഏതാശയത്തിൽ തന്നെയുള്ളത്? ജനാധിപത്യം നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്തുകൂടാ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്താല് അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള സംഗതിയല്ലേ? നമ്മള് ഏകദൈവ വിശ്വാസത്തിൽ തന്നെ പുറത്തു പോകും എന്നാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും ജമാഅത്ത് ഇസ്ലാമിക്ക് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ അവർ വെള്ളം ചേർത്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് അവർക്ക് അണികൾ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും. എങ്ങനെയാണ് ജമാഅത്ത് നേതാക്കൾ അണികളെ ആ ഒരു മാറ്റത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ആ ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രസംഗത്തിൽ പറയുന്നത്. ഇയാൾ 2 നിബന്ധന പറയുന്നുണ്ടല്ലോ. ഒന്ന്, പിന്നെ ജനാധിപത്യം സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അപ്പം ഒരു പിന്നെ പ്രവൃത്തി ചെയ്യുന്നത് നമ്മളെ നിയ്യത്തനുസരിച്ചാണ്, നമ്മളെ കരുത്ത് എന്താണോ, ലക്ഷ്യം എന്താണോ അതനുസരിച്ചാണ്. ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താനോ അതിനെ സ്ഥാപിക്കാനോ ഉദ്ദേശിച്ചാണെങ്കിൽ അത് ശിർക്കാണ്. ആ ഉദ്ദേശം ഇല്ലാതെ ജനാധിപത്യമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ ശിർക്കല്ല. പിന്നെ എന്ത് ഉദ്ദേശത്തോടെയായിട്ട് അവർ പ്രവർത്തിക്കുന്നത്? ഇതിനെ സ്ഥാപിക്കാനുമല്ല നിലനിർത്താനല്ലെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം? ഇതിനെ തകർക്കുക എന്നല്ലേ? അപ്പൊ ഉള്ളിൽ കയറി നമ്മൾ കുറെ കാലം പുറത്ത് നിന്ന് കളിച്ചു, ഒന്നും നടന്നില്ല. ഇനി ഉള്ളിൽ കയറിയിട്ട് ജനാധിപത്യ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ അതുമായിട്ട് സഹകരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിച്ചിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ അണികളെ പിടിച്ചു നിർത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന പോലെ
ഈ ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വായിച്ച ആയിക്കോട്ടെ, കുഴപ്പമില്ല. മനുഷ്യനെ ശാസിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ശാസനകൾ ദൈവത്തിൻ്റെതായിരിക്കണം. രാജാതിരാജനായിട്ടുള്ളത് അള്ളാഹുവാണ്, മറ്റൊരു അമീർ പാടില്ല എന്നുള്ളത്. താങ്കളുടെ അമീറാണ്. എന്നാലും ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ദൈവശാസന മാത്രമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അതെ, അതായത് അത് മനുഷ്യനിർമ്മിതമാണല്ലോ. അതെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വഴിപ്പെട്ട് ജീവിക്കും. ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല, ഇസ്ലാമിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ജീവിക്കണം എന്നല്ല. അപ്പം ഞാൻ എന്തിനാണ് മാതാപിതാക്കൾ അനുസരിക്കുന്നത്? ഞാൻ എന്തിനാണ് നിങ്ങളെപ്പോഴും അനുസരിച്ചത്? തിന്മയിൽ ആരുമായും അനുസരിക്കാൻ പാടില്ല, നന്മയിൽ ആരുമായും സഹകരിക്കാമെന്നാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നുള്ളത് ഭരണഘടനയിൽ എഴുതി വെച്ച പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അതെങ്ങനെ ഏറ്റുമുട്ടില്ല. പക്ഷേ ശാസനകൾ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ഭരണകൂടം ദൈവത്തിൻ്റെ ശാസനകളിൽ പെട്ടതാണ് എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ളത്. ദൈവത്തിൻ്റെ ശാസനകളിൽ പെട്ടതാണ് നിങ്ങൾ നന്മയിൽ എല്ലാവരുമായി സഹകരിക്കണം എന്നത്. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കണം എന്നുള്ളതും ദൈവശാസനയിൽ പെട്ടതാണ്. എന്താ സംശയം? ദൈവശാസനക്കെതിരായിട്ട് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നില്ല. ഭരണഘടന ഒരു ജാഹിലിയത്തായിട്ടല്ല കാണുന്നത്. അല്ല, ഭരണഘടന ഈ രാജ്യത്തിന് നിലവിലുള്ള വ്യവസ്ഥിതിയാണ്. ജാഹിലിയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമല്ലാത്തത് എന്ന്. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും വേണ്ട, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെയാണ്. മാറൂല. ഇവിടെ സത്യം പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥമായി ഇവർക്ക് ആശയപരമായ പിന്തുണ കൊടുക്കുന്നത് ആരാണ് കേരളത്തിൽ? കൃത്യമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദി, അദ്ദേഹം എഴുതിയ തത്വസംഹിതയാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ഈ ISIS ആണെങ്കിലും ലഷ്കർ ഇ തോയ്ബയാണെങ്കിലും ബാക്കി ആരാണെങ്കിലും അവർക്കൊക്കെയുള്ള ആശയപരമായ ആയുധം അണിയിച്ചത് അവരാണ്. മാത്രമല്ല, ഈ രാഷ്ട്രീയ ഇസ്ലാം അതല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നതിനെ കുറിച്ച് അബുൽ അല മൗദൂദി കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും വിൽക്കപ്പെടുകയാണ്, ആ സാഹിത്യങ്ങൾ കിട്ടുവാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് IPH, ആ IPH-ലൂടെ ആ പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ്. ഇവിടെ ആ പുസ്തകത്തിൽ പറഞ്ഞ ഇപ്പൊ ISIS പറഞ്ഞ കാര്യമാണ് ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അബുൽ അല മൗദൂദി പറയുന്നത്. ആ പുസ്തകം മാത്രമല്ല, ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. അബുൽ അല മൗദൂദി 1952 ഇവരെ IPH പ്രസിദ്ധീകരിച്ച് 1992 വരെ വീണ്ടും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അതിൽ പറയുന്ന കുറച്ച് വരികളൊന്ന് ഞാൻ സമയമുണ്ടെങ്കിൽ ഞാനൊന്ന് പറയാം. അദ്ദേഹം പറയുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്നറിയപ്പെടുന്ന അർത്ഥത്തിലുള്ള ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രം അല്ല. ബഹുജനങ്ങൾക്ക് ആധിപത്യവും നിയമനിർമ്മാണ അധികാരവുമുള്ള ഒരു രാഷ്ട്രത്തെയാണല്ലോ ജനാധിപത്യ രാഷ്ട്രമെന്ന് നമ്മൾ വിളിക്കുന്നത്. അവിടെ പൊതുജന അഭിപ്രായമനുസരിച്ചാണ് നിയമം രൂപം കൊള്ളുന്നത്, ഭേദഗതി ചെയ്യപ്പെടുന്നതും. ജനഹിതമുണ്ടെങ്കിലേ ഏത് നിയമവും നടപ്പിൽ വരൂ, ഇല്ലെങ്കിൽ അത് പുസ്തകത്തിൽ തുടച്ചു മാറ്റപ്പെടും. എന്നാൽ ഈ സമ്പ്രദായം ഈ ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അതിന് ജനായത്ത ഭരണം, ഡെമോക്രസി എന്ന് വിളിക്കാൻ വയ്യ. ഇസ്ലാമിക സ്റ്റേറ്റിന് അനുയോജ്യമായ പേര് ദൈവിക രാഷ്ട്രം എന്നത്രേ. ദൈവിക രാഷ്ട്രത്തിന് ഇംഗ്ലീഷിൽ തിയോക്രസി എന്നാണ്. ഈ രാഷ്ട്രമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. മാത്രമല്ല, മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിലെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെ ഇവരുണ്ടാക്കിയ ടെലിഗ്രാം എന്ന് പറയുന്ന ചാറ്റിംഗ് ഗ്രൂപ്പിലാണെങ്കിലും അതല്ലെങ്കിൽ സമീർ അലിയുടെ പേരിലുള്ള ഈ ഫേസ്ബുക്ക് അക്കൌണ്ടിലാണെങ്കിലും അതിലൊക്കെ വന്നിട്ടുള്ള പ്രധാനമായ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എതിർക്കാൻ വേണ്ടിയാണ്. വളരെ കൃത്യമായിട്ട്. അല്ലാതെ ഇത് കേവലം മോഡി ഭരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ടോ ഉള്ളൊരു സാഹചര്യം, അതൊരു ഭാഗമായിരിക്കാം. പക്ഷെ ഇതിന്റെ യഥാർത്ഥമായ വേരുകൾ എന്ന് പറഞ്ഞാൽ ആശയപരമായി ഇന്നും ഈ ISIS ഭീകരവാദ സംഘടനകൾക്ക് ആഗോളതലത്തിൽ തന്നെ പിന്തുണ നൽകിയ തത്വസംഹിതയുടെ അതിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അബുൽ അല മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരനുണ്ടാക്കിയ സാധനമാണ്. അതിന്നും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുസ്തകങ്ങളടക്കം. മാത്രമല്ല, ഇതിൽ നമുക്ക് വളരെ വ്യക്തമായി മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്,
ഇന്ന് സമീർ അലിയുടെ ഫേസ്ബുക്കിലും ഇവർ ടെലഗ്രാം ചാറ്റിങ്ങിലൂടെയും ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരായി പറഞ്ഞ കാര്യങ്ങൾ മൗദൂദിയുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ വായിക്കാം. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുന്നിൽ സർവാത്മന തലകുണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിക്കലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് നിങ്ങൾ ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹക്കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ നിങ്ങൾ ഇതിനെതിരെ പോരാടിയേ മതിയാവും. ഇതിനെതിരെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതക്കുമെതിരെ പോരാടിയേ മതിയാവും. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഉൾപ്പെടെയുള്ള വാദങ്ങൾ വർഗീയമാണ്, തീവ്രവാദമാണ്. അത് ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, UDF അംഗീകരിക്കാൻ കഴിയുന്നതല്ല. اللهم صل وسلم وبارك عليه.